നമസ്കാരം സുഹൃത്തുക്കളെ. അതിരിക്കാൻ പറ്റുന്നില്ല. എന്തെന്നറിയോ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് ഇങ്ങനെ പോയപ്പോ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഇങ്ങനെ സംസാരിക്കാണ് കോത്തുപിടിച്ചിട്ട്. എന്നെ കണ്ടപ്പോ അവർ രണ്ടുപേരും മാറി. അവിടെ ആരില്ലാത്ത സമയത്താണ് അവർ സംസാരിച്ചത്. പക്ഷെ എന്നെ കാണുമ്പോൾ അവർ മാറി. ചിലപ്പോ എന്നെ പേടിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ ഈ വെള്ള വസ്ത്രം ഈ തലപ്പാവ് കണ്ട് പേടിച്ചതായിരിക്കാം. അപ്പൊ മാറിയപ്പോ ഞാനിങ്ങനെ കരയാണ്. കാരണം എന്തെന്നറിയോ, എന്നെ കണ്ടപ്പോ അവർ മാറി. എന്തിനാ? പക്ഷെ ഞാൻ കണ്ടാൽ എന്തും ചെയ്യാൻ പോവില്ല. പക്ഷെ പഠിച്ചോന് അത് തുടങ്ങിയ മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചോന് കാണുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടില്ല. എന്നെ പേടിച്ചപ്പോ എനിക്ക് വെച്ച ആ വില പഠിച്ചോന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നറിഞ്ഞ. ഞാനിത് റീച്ചിന് വേണ്ടി ഒന്നും പറയുന്നല്ല. ഇന്ന് ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ ചെയ്യാണ്. ഇന്ന് ട്രെയിനിൽ കയറിയാൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉസ്താദന്മാരെ കാണുമ്പോൾ ചിലപ്പോൾ മാറും. പക്ഷെ എന്താ പേടിയാണ്. പക്ഷെ അല്ല ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അവർക്കൊരു ബോധമുണ്ട്. എന്നിട്ടും അവൻ അല്ല കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും സംസാരിക്കാണ്. ഈ കള്ളന്മാർ കക്കുമ്പോ ഏതെങ്കിലും ചില കുട്ടികൾ ആരെങ്കിലും കണ്ടുമ്പോൾ ഓടും. പക്ഷെ എന്താ, അവർ കണ്ടാൽ അത് വലിയ പ്രശ്നങ്ങളാവും. പക്ഷെ അല്ല കാണുമ്പോൾ അത് പ്രശ്നമാവൂലേ? എനിക്ക് പറയാനുള്ളത്, ചിലപ്പോ ഇവിടൊക്കെ സുഖമായിരിക്കും ഇതൊക്കെ ചെയ്യല്. പക്ഷെ ഇതിന്റെ ഇരട്ടി നാളെ പരലോകത്ത് എന്തായാലും അനുഭവിക്കേണ്ടി വരും. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, എൻ്റെ ഈ വീഡിയോ കാണുന്ന സ്നേഹങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കല്ലേ. ഞാൻ നിങ്ങളെ നല്ലേക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ മാക്സിമം ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി. ഇൻഷാ അല്ലാ ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തിനാടാ മദ്രസ ഉൽപ്പന്നമേ നീ അതൊക്കെ നോക്കാൻ പോകുന്നത്? നിനക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? നീ പഠിച്ച അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം അനുസരിച്ച് നിനക്ക് സ്വർഗം കിട്ടുമോ ഇല്ലയെന്ന് മാത്രം നീ നോക്കിയാൽ പോരെ. അവിടെ ഒരു സീറ്റ് ഒപ്പിക്കാൻ നീ നോക്കുക. നീ മറ്റുള്ളവർക്ക് സ്വർഗ്ഗം ഉണ്ടാക്കി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് സ്വർഗ്ഗമോ നരകമോ എന്തെങ്കിലും കിട്ടിക്കോട്ടെ, നിനക്കെന്താ കാര്യം? കണ്ട കോഴിക്കോട് ബീച്ചിൽ യുവമിഥുനങ്ങളോ ഭാര്യാഭർത്താവോ അല്ലെങ്കിൽ കാമുകി കാമുകനോ ആര് വേണേലും ആയിക്കോട്ടെ, നിനക്ക് എന്തിനാടാ നീ ഇങ്ങനെ ഇടുന്നുണ്ട് മോങ്ങുന്നത്? സംഗതി ഒരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ആ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരു മദ്രസ ഉൽപ്പന്നത്തിൻ്റെ കരച്ചിൽ. അവനെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചും പാത്തും ചെയ്യേണ്ട കാര്യങ്ങൾ വെളിച്ചത്ത് ചില ആളുകൾ ചെയ്യുമ്പോഴുള്ള മനോവിഷമമായിരിക്കാം ഒരുപക്ഷെ ഈ ചെറുക്കൻ്റെ പ്രശ്നം. പിന്നെ അവൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും. നിങ്ങൾ ഇതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. ഈ പയ്യൻ വന്ന് ഈ കരഞ്ഞു കൂവി പറഞ്ഞ അതേ കാര്യങ്ങൾ കാവ്യ മുണ്ടെടുത്ത ഒരാൾ, അല്ലെങ്കിൽ കയ്യിൽ ചരട് കെട്ടി നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട ഒരാളാണ് ഈ രീതിയിൽ വന്ന് പറയുന്നതെങ്കിൽ ആ മൊട്ട അരുണൊക്കെ മാപ്രപ്പണി ചെയ്യുന്ന ചാനലും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അവരന്ന് വൈകുന്നേരത്തെ ചർച്ച ഈ വിഷയമായിരിക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഒരുപക്ഷെ ഇവിടുത്തെ സകലമാന മാപ്രകളും അത് വലിയ വാർത്തയാക്കും, ചർച്ച വരെ നടത്തും. സദാചാര പോലീസ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന സംഖ്യകൾ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വാർത്ത കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മദ്രസ ഉൽപ്പന്നമാണ് എന്ന് അവൻ്റെ വേഷത്തിൽ തന്നെ അറിയാം. പിന്നെ അവൻ്റെ കരച്ചിലും കൂടെ ആയപ്പോൾ അവൻ്റെ സങ്കടം, അവനെ കണ്ട് എന്തിനാണ് അവർ പേടിക്കുന്നത്? അവനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവനൊന്നും ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ, ഇതാണ് അവൻ്റെ പ്രശ്നം. അള്ളാഹു കാണട്ടെ, അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കണ്ട, നരകം കൊടുത്തോട്ടെ. നീ നിനക്ക് കിട്ടുന്ന സീറ്റ് ഉറപ്പിക്കാൻ നോക്കടാ ചെറുക്കാ. അത്യാവശ്യത്തിനുള്ള പഠിപ്പിലൊക്കെ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ച് തരുന്നില്ലേ? അതും കൊണ്ടുപോയി നിങ്ങളുടെ സ്വർഗം നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്ക്. അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ എന്ന് നോക്ക്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തലയിട്ട് ഇതുപോലെ വന്ന് ഒരു വീഡിയോയും ചെയ്ത് കരഞ്ഞു മെഴുകി ആ സമുദായത്തിനോട് കൂടി എന്തിനാടാ പറയിപ്പിക്കുന്നത്? മദ്രസ ഉൽപ്പന്നമേ